അതുകൊണ്ട് എന്താ ഇപ്പൊ ചെയ്തിരിക്കുന്നത്? ഈ സഹകരണ സംഘമില്ല, നേരിട്ട് അങ്ങ് കൊടുക്കാൻ പോവുകയാണ്. പക്ഷെ പ്രശ്നം എന്താ? ഈ വന്യവയോധികരായിട്ടുള്ള ആളുകള്, ചെറുപ്പക്കാരായിട്ടുള്ള വയസ്സന്മാര്, 60, 65, 70 വരെയുള്ളവര്, അവരൊക്കെ DBTക്ക് ഓപ്റ്റ് ചെയ്തിട്ടുണ്ട്. കിടപ്പ് രോഗിയാവുണ്ടെന്ന് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്ക്. ഒരു 80 അടുത്ത് കഴിഞ്ഞാൽ വീടിനടുത്തല്ലാതെ ദൂരെ പോവില്ല, കിടപ്പ് രോഗിയായിട്ടില്ല. ഇങ്ങനെയുള്ള പ്രായാധിക്യമുള്ള മുഴുവൻ പേരും ഞങ്ങൾക്ക് വീട്ടിൽ കൊണ്ടെത്തരണം എന്നാ പറയുന്നത്. അവരൊക്കെ ഇനി അക്കൗണ്ട് തുറക്കാൻ വേണ്ടി പോണം. 2, ഈ അക്കൗണ്ട് തുറക്കാൻ മാത്രമല്ല, എല്ലാ മാസവും മേടിക്കാൻ വേണ്ടി പോണം. ഇവര് പോയില്ലെങ്കിലും വേറെ ആരെങ്കിലും പോണ്ടേ? വേറെ ആരെങ്കിലും പോയാൽ ഇത് ഇവരുടെ കയ്യിൽ കിട്ടുമെന്ന് വല്ല ഉറപ്പുണ്ടോ? ഇതന്നെ പ്രശ്നം. 23 ലക്ഷം പേര് ഏതാനും ദിവസം എല്ലാ ബാങ്കിലും കയറി കഴിഞ്ഞാൽ ബാങ്കിൽ ഉണ്ടാവുന്ന ബഹളം എന്തായിരിക്കും? ഇവര് ഓൺ ദർ വൊളീഷൻ, അവര് തന്നെ പറയുന്നു ഞങ്ങക്ക് സൗകര്യം വീട്ടിൽ തരുന്നതാണ്. ഇല്ല, നിങ്ങൾ ബാങ്കിൽ പോയി ക്യൂന്ന് മേടിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഇതാണ് ഉയർന്നു വരുന്ന ചോദ്യം. എന്തിനു വേണ്ടിയിട്ട്? കേന്ദ്രം പറയുന്നൊന്നും പറയണ്ട, കേന്ദ്രമൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഇതാരുടെ തലയിൽ ഉദിച്ച ബുദ്ധിയാണ്? കേന്ദ്ര സർക്കാരിന്റെ സാമൂഹ്യ സുരക്ഷ വയോജന പെൻഷന്റെ ഫണ്ട് നഷ്ടപ്പെടാതിരിക്കാനാണ് കേരളത്തിലെ ക്ഷേമ പെൻഷനുകൾ മുഴുവൻ DBTയിലാക്കുന്നത് എന്ന മുഖ്യമന്ത്രിയുടെ വിശദീകരണം ശുദ്ധ കളവാണ്. ഞാൻ മനഃപൂർവ്വം തന്നെ കളവെന്ന് പറഞ്ഞു. സർക്കാർ ഉത്തരവിൽ ഇത് എഴുതി വച്ചിരിക്കുക. കേരള സർക്കാർ ഇത് സംബന്ധിച്ചുള്ള കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവൊന്ന് നാട്ടുകാരെ കാണിക്കണം. മുഴുവൻ ക്ഷേമ പെൻഷനുകളിലും DBT വഴിയാക്കിയില്ലെങ്കിൽ കേന്ദ്രവിഹിതം തരില്ല എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവോ കത്തോ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് പുറത്തുവിടണം. കേരളത്തില് 51 ലക്ഷത്തിൽ പരം സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്നവരാ ഉള്ളത്. ഇതിനു പുറമെ ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന് പെൻഷൻ വാങ്ങുന്ന 9 ലക്ഷം പേരുണ്ട്. രണ്ടും കൂടി ചേർത്താൽ 61 ലക്ഷം പേര്. ഇതില് കേന്ദ്ര സഹായവും കൂടി അർഹതയുള്ളവര് വെറും 8 ലക്ഷമാണ്. അവർക്ക് വേണ്ടി കേന്ദ്രം തരുന്നത് നമ്മൾ 2000 രൂപ കൊടുക്കുമ്പോൾ 200 മുതൽ 300 രൂപ വരെയാണ്. 80 വയസ്സിന് മുകളിലുള്ളവരാണെങ്കിൽ 500 രൂപ വരും. ഇതാ സ്ഥിതി. 941 കോടി രൂപ ഒരു മാസം ക്ഷേമ പെൻഷനുകൾക്ക് കേരളം ചെലവാക്കുമ്പോ അതിൽ 917 കോടിയും സംസ്ഥാന സർക്കാരിന്റെയാ. കേന്ദ്രത്തിന്റെ വിഹിതം ഒരു 30 കോടി, ഇത്രേ ഉള്ളൂ ഒരു മാസം. അതുകൊണ്ട് 2022 ഡിസംബർ വരെ സംസ്ഥാന സർക്കാർ ഈ കേന്ദ്രത്തിന്റെ വിഹിതവും കൂടി ചേർത്ത് എല്ലാവർക്കും നേരിട്ടങ്ങ് പെൻഷൻ നൽകുന്ന രീതിയായിരുന്നു. എന്നിട്ട് എപ്പോഴെങ്കിലും കേന്ദ്രത്തിൽ നിന്ന് കിട്ടുമ്പോ ആ പണം നമ്മൾക്ക് റീഇംബേഴ്സ് ചെയ്ത് കിട്ടും. നമ്മൾ കയ്യിൽ നിന്ന് ആദ്യം കൊടുക്കും കേന്ദ്രത്തിന്റെ വിഹിതവും. അതിപ്പോഴും കുടിശ്ശികയാ. 600 കോടി രൂപ വരെ കേന്ദ്രത്തിന്റെ കുടിശ്ശിക വന്ന വർഷമുണ്ട്. വെച്ചാൽ ഒരു വർഷത്തിലേറെ കുടിശ്ശിക വരുത്തിയ വർഷമുണ്ട്. ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. 2023 ജനുവരിയില് കേന്ദ്ര സർക്കാർ ഒരു കത്തയച്ചു. അവരുടെ പണം DBT വഴി നേരിട്ട് കൊടുക്കും. നിങ്ങളുടെ പണം അതോടൊപ്പം നൽകണമെങ്കിൽ നേരിട്ട് കേന്ദ്രത്തിന് നമ്മൾ പണം കൊടുക്കണം, എന്നിട്ട് ഒരു DBT കൊടുക്കും. വളരെ വിചിത്രമായിട്ടുള്ള ഒരു ഉത്തരവാണ്. 200-300 രൂപ തരുന്നവരുടെ പെൻഷനൊപ്പം നമ്മുടെ പെൻഷൻ നൽകണമെന്നുണ്ടെങ്കിൽ അഡ്വാൻസ് അങ്ങോട്ട് പണം കൊടുക്കണമെന്നുള്ളത്. അവസാനം ധാരണയിലെത്തിയത് കേന്ദ്രത്തിന്റെ വിഹിതം അർഹതപ്പെട്ട 8 ലക്ഷം പേർക്ക് DBT വഴി നേരിട്ട് കൊടുക്കും. സംസ്ഥാന സർക്കാരിന്റെ ബാക്കിയുള്ള തുക എത്രയാണോ, 2000 രൂപയിൽ തികയാത്ത കുറവ് വരുന്ന തുക എത്രയാണോ അത് സംസ്ഥാന സർക്കാർ ഒന്നുകിൽ DBT വഴി കൊടുക്കും, അതല്ലെങ്കിൽ വീട്ടിൽ നേരിട്ട് കൊടുക്കും. അങ്ങനെയാണ് നടന്നുകൊണ്ടിരുന്നത്. 2023 മുതൽ ഒരു തർക്കം ഉണ്ടാക്കിയിട്ടില്ലെന്ന് കേന്ദ്രം സമ്മതിച്ച കാര്യമാണ്. കേന്ദ്രത്തിന്റെ പണം നേരിട്ട് നൽകണമെന്ന് DBT വഴി നൽകണമെന്നല്ലാതെ സംസ്ഥാനം നൽകുന്ന പണം മുഴുവനും DBT വഴി കേന്ദ്രത്തിന്റെ ചാലു വഴി കൊടുക്കണമെന്നൊന്നും ഒരു ആവശ്യം ഉണ്ടായിട്ടില്ല. എപ്പോഴാ കേന്ദ്ര സർക്കാർ ഇങ്ങനെ ആവശ്യപ്പെട്ടു? ഉത്തരവിറക്കിയിരിക്കുകയല്ലേ. ധനമന്ത്രാലയത്തിന് വിശദീകരണം നൽകണം എന്നാ കേന്ദ്ര സർക്കാർ ഇങ്ങനെ അറിയിച്ച പുതിയ കാര്യം. ഇതാണ് ഞാൻ പറഞ്ഞത്, കള്ളമാണ്. ഇല്ലാത്ത കാര്യം പറഞ്ഞ് ഒരു ജനവിരുദ്ധ നയം നടപ്പാക്കി ഒരു നരേറ്റീവ് ഉണ്ടാക്കാൻ ശ്രമിക്കണം. എന്താണെന്നറിയാമോ? ഗുണഭോക്താക്കളിൽ നിന്ന് പ്രതിഷേധമൊന്നും ഇല്ലല്ലോ. പ്രതിഷേധം മുഴുവൻ മാർക്സിസ്റ്റ് പാർട്ടിക്കാണല്ലോ. മാർക്സിസ്റ്റ് പാർട്ടിക്ക് നിശ്ചിത താല്പര്യമുണ്ട് ഇതിൽ നിന്നൊക്കെ പ്രാദേശികമായിട്ട് ഒന്നീ പണം എടുക്കുന്നുണ്ടാവണം, അതല്ലെങ്കിൽ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കണം എന്നൊക്കെ വെച്ചുള്ളൊരു
ഒരു നെറേറ്റീവാണ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. ആർക്കും എതിർപ്പില്ലല്ലോ, മാർക്സിസ്റ്റ് പാർട്ടി ഒഴികെ എന്നുള്ളത്. എതിർപ്പിന്റെ കാര്യം കാണാന്ന് പെൻഷന്റെ സമയമാവട്ടെ എങ്ങനെ ഉണ്ടാവാൻ പോണേ എന്നുള്ളത്. 23 ലക്ഷം പേർക്ക് അക്കൗണ്ട് തുടങ്ങണ ചില്ലറ കാര്യമോ? അക്കൗണ്ട് തുടങ്ങിയാൽ പറ്റപ്പോ ആധാരമായി ബന്ധപ്പെടുത്തണം, അവിടെ എലിജിബിൾ സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെടുത്തണം. അങ്ങനെ അക്കൗണ്ട് തുടങ്ങുന്നതിന് 1ഉം 2ഉം അല്ല, 23 ലക്ഷം പേരാണ്. ആ 23 ലക്ഷം പേരില് ഭൂരിപക്ഷം പേരും 70 വയസ്സിന് മുകളിലുള്ളവർ. എങ്ങനെ ഇത് വന്നത്? കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഒരു നേരും വ്യവസ്ഥയില്ലാത്തതായിരുന്നു നമ്മുടെ വയോജന പെൻഷൻ നടന്നുകൊണ്ടിരുന്നത്. ആർക്ക് കിട്ടി, എത്ര കിട്ടി, ഇതിനൊന്നും ഒരു കണക്കുമില്ല. കുറച്ച് പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ പോലുള്ളവ പഞ്ചായത്ത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ വഴി നേരിട്ട് നൽകും. ബാക്കിയുള്ളവ പോസ്റ്റ് ഓഫീസ് വഴി അയച്ചുകൊണ്ടിരുന്നത്. ഭൂരിപക്ഷം പെൻഷനും പോസ്റ്റ് ഓഫീസ് വഴിയായിരുന്നു. പോസ്റ്റ് ഓഫീസ് വഴി അയക്കുന്നതിനുണ്ടായ പ്രശ്നം എന്താ? പോസ്റ്റ് ഓഫീസിൽ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ എണ്ണം കുറച്ചു. അപ്പോ പോസ്റ്റ് ഓഫീസിൽ ഒരാൾക്ക് ഒരു പഞ്ചായത്തിലെ എല്ലാവരുടെയും വീട്ടിൽ കൊണ്ടുപോയിട്ട് മണി ഓർഡർ കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് ഇത് കുടിശ്ശികയായി, വിതരണം ചെയ്യാതെ കിടന്നു. അപ്പൊ സംസ്ഥാന സർക്കാർ കുറച്ച് കഴിഞ്ഞപ്പോ പോസ്റ്റ് ഓഫീസിൽ കിടന്ന പണം തിരിച്ചെടുത്തു. ഇങ്ങനെയൊക്കെ വന്നതോടുകൂടി 2016 പുതിയ സർക്കാർ വന്നപ്പോ ആർക്കും അറിഞ്ഞുകൂടാ ഓരോരുത്തർക്കും എത്ര കുടിശ്ശിക എന്നുള്ളത്. അങ്ങനെ വന്നപ്പോഴാണ് ഉത്തരവിറക്കിയത്. എങ്ങനെയാണെന്ന് അറിയാമോ? ഓണത്തിന് ഇറക്കിയ ഉത്തരവ് ഒരാൾക്ക് നിശ്ചിത തുക 22,000 രൂപയിൽ അധികരിക്കാത്ത കുടിശ്ശിക മുഴുവൻ വീട്ടാൻ അങ്ങനെ ഉത്തരവിറക്കിയത്. കാരണം ആർക്കും അറിഞ്ഞുകൂടാ. ഇങ്ങനെ ഒരു പ്രതിസന്ധി വന്നതിന് അന്ന് സർക്കാർ ഒരു കാര്യം ചെയ്തു. കുടുംബശ്രീ വഴി എല്ലാ പെൻഷൻകാരുടെയും വീടുകളിൽ പോയി അവരോട് ചോദിച്ചു, നിങ്ങളുടെ പെൻഷൻ കുടിശ്ശിക എത്രയാണ്? നിങ്ങളുടെ അഭിപ്രായത്തിൽ ഞങ്ങൾ ചെക്ക് ചെയ്യും. നിങ്ങൾക്ക് ഏത് വഴി നിങ്ങൾക്ക് പെൻഷൻ കിട്ടണം? നേരിട്ട് ബാങ്ക് വഴി വേണോ, അതല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടു തരണോ? കാരണം അന്നും ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ DBTക്ക് വേണ്ടിയായിരുന്നു. ഞാനായിരുന്നു മന്ത്രി. അപ്പൊ അങ്ങോട്ട് ഉത്തരവിറക്കല്ല ചെയ്തത്. DBT ഏത് നമ്മുടെ പോസ്റ്റ് ഓഫീസ് വഴി നൽകാൻ പറ്റൂല, അതുകൊണ്ട് DBT വഴിയാവട്ടെ. നോ, കേരളത്തിലെ ഓരോ പെൻഷൻകാരെയും ബന്ധപ്പെട്ട് നിങ്ങൾക്ക് DBT വഴി വേണോ, വീട്ടിൽ കൊണ്ടു തരണോ എന്ന് ചോദിച്ച് അവര് പറഞ്ഞതിന് അടിസ്ഥാനത്തിലാണ് ഓരോ പഞ്ചായത്തിലും വീട്ടിലെത്തിക്കേണ്ടവർക്ക് വേറൊരു സിസ്റ്റം, അതല്ല ബാങ്ക് വഴിയാണെങ്കിൽ അവർക്ക് വേറൊന്ന്. ഐക്യമാണ് ഇതിന്റെ പ്രോഗ്രാം ഉണ്ടാക്കിയത്. ഇത്രയും പണി നടത്തിയിട്ടുണ്ടെന്ന് അല്ല സംസ്ഥാന സർക്കാർ കുറച്ചധികം പേർക്ക് അങ്ങോട്ട് കൊടുക്കുകയല്ല ചെയ്തത്. ഇവര് സഹകരണ സംഘം വഴി പോട്ടെ എന്ന് പറഞ്ഞ് കൊടുക്കുകയല്ല ചെയ്തിട്ടുള്ളത്. കേരളത്തിലെ സഹകരണ സംഘങ്ങള് LDFന്റെ മാത്രമല്ല, UDFും LDFും ഉണ്ട്. ചില ജില്ലകളിൽ ഇത് മുഴുവൻ വിതരണം ചെയ്യുന്നത്, ഇപ്പൊ മലപ്പുറം പോലുള്ള ജില്ലകളിൽ മഹാഭൂരിപക്ഷവും ലീഗിന്റെ നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘങ്ങളല്ലേ. അങ്ങനെ സഹകരണ സംഘം വഴി വരുമ്പോ വല്ല ക്രമക്കേടൊക്കെ നടക്കുന്നു. ക്രമക്കേടുണ്ടെങ്കിൽ എലിയെ കൊല്ലാൻ ഇല്ലഞ്ചൂടെയല്ല വേണ്ടത്. ഏതായാലും ഒരു മാധ്യമം, കരളിയല്ല, കണക്ക് പ്രസിദ്ധീകരിച്ചു. എത്രയാ 272 ക്രമക്കേടുകൾ കണ്ടുപിടിച്ചതില് 202 UDFന്റെ നിയന്ത്രണത്തിലുള്ള സംഘങ്ങൾ. അപ്പോ ഇത് കേരളത്തിലെ സഹകരണ സംഘങ്ങൾ വഴി ഫലപ്രദമായി നടന്നുകൊണ്ടിരുന്നതാണ്. ഈ കോവിഡ് കാലത്ത്, വെള്ളപ്പൊക്ക കാലത്ത് എങ്ങനെയാ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പണം വീടുകളിൽ എത്തിയത്? ഈ സഹകരണ സംഘങ്ങളുടെ ഇടപെടൽ വഴിയിട്ടാണ്. സഹകരണ സംഘങ്ങളെ കേരളത്തിന്റെ ഒരു കരുത്താണ്. അത് ഇവിടെ സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥന്മാർക്ക് പിടിയില്ല കേട്ടോ. അതുകൊണ്ട് എന്താ ഇപ്പൊ ചെയ്തിരിക്കുന്നത്? ഈ സഹകരണ സംഘമില്ല, നേരിട്ട് അങ്ങ് കൊടുക്കാൻ പോവുകയാണ്. പക്ഷെ പ്രശ്നം എന്താ? ഈ വന്യവയോധികരായിട്ടുള്ള ആളുകള്, ചെറുപ്പക്കാരായിട്ടുള്ള വയസ്സന്മാര്, 60, 65, 70 വരെയുള്ളവര്, അവരൊക്കെ DBTക്ക് ഓപ്റ്റ് ചെയ്തിട്ടുണ്ട്. കിടപ്പ് രോഗിയാവുണ്ടെന്ന് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്ക്. ഒരു 80 അടുത്ത് കഴിഞ്ഞാൽ വീടിനടുത്തല്ലാതെ ദൂരെ പോവില്ല. കിടപ്പ് രോഗിയായിട്ടില്ല. ഇങ്ങനെയുള്ള പ്രായാധിക്യമുള്ള മുഴുവൻ പേരും ഞങ്ങൾക്ക് വീട്ടിൽ കൊണ്ടെത്തരണം എന്നാ പറയുന്നത്. അവരൊക്കെ ഇനി അക്കൗണ്ട് തുറക്കാൻ വേണ്ടി പോണം. 2, ഈ അക്കൗണ്ട് തുറക്കാൻ മാത്രമല്ല, എല്ലാ മാസവും മേടിക്കാൻ വേണ്ടി പോണം. ഇവര് പോയില്ലെങ്കിലും വേറെ ആരെങ്കിലും പോട്ടെ. വേറെ ആരെങ്കിലും പോയാൽ ഇത് ഇവരുടെ കയ്യിൽ കിട്ടുമെന്ന് വല്ല ഉറപ്പുണ്ടാ? ഇതന്നെ പ്രശ്നം. 23 ലക്ഷം പേര് ഏതാനും ദിവസം എല്ലാ ബാങ്കിലും കയറി കഴിഞ്ഞാൽ ബാങ്കിൽ ഉണ്ടാവുന്ന ബഹളം എന്തായിരിക്കും? ഇവര് ഓൺ ദർ വൊളീഷൻ അവര് തന്നെ പറയുന്നു ഞങ്ങൾക്ക് സൗകര്യം വീട്ടിൽ തരുന്നതാണ്. ഇല്ല, നിങ്ങൾ ബാങ്കിൽ പോയി ക്യൂന്ന് മേടിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഇതാണ് ഉയർന്നു വരുന്ന ചോദ്യം. എന്തിനു വേണ്ടിയിട്ട്? കേന്ദ്രം പറയുന്നൊന്നും പറയണ്ട, കേന്ദ്രമൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല.
ഇതാരുടെ തലയിൽ ഉദിച്ച ബുദ്ധിയാണ്. അപ്പോ ഇതിനെതിരെ വലിയ പ്രതിഷേധം വരുമെന്നതിനെ കുറിച്ചൊന്നും ആർക്കും സംശയം വേണ്ട കേട്ടോ. ഇതിവിടെ അവസാനിക്കാൻ പോകുന്നില്ല. ജനങ്ങളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നതിന്റെ പിന്നില് ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുമ്പോ തീയതി മാസാവസാനമാകുമ്പോ ആ കൊണ്ടുവരുന്ന ആളെ ആർക്കും ചോദിക്കുന്ന തരാത്തത് ജനം അറിയും. സമ്മർദ്ദവും ഓരോരുത്തരുടെ അക്കൗണ്ടിലേക്ക് ആ പണം വരുന്നെങ്കിൽ അയാൾക്കല്ലേ അറിയുള്ളൂ വന്നോ ഇല്ലേ എന്നുള്ളത്. ഇത് തന്നെ ലക്ഷ്യം. ഇനി അക്കൗണ്ടൊക്കെ തുറന്ന് ഇതൊക്കെ റെഡിയാവാനായിട്ട് 1-2 മാസം അതുവരെയും പെൻഷൻ കൊടുക്കാതെ പോകാൻ പറ്റുമെന്നാണ് ചേർന്നത്. 3000 രൂപയുടെ പെൻഷൻ നൽകുമെന്നും പറഞ്ഞ അധികാരത്തിൽ വന്നവര് പെൻഷൻ വർദ്ധിപ്പിക്കുന്നത് മാത്രമല്ല സമയത്ത് നൽകാനുള്ള പണി പോലെ അവസാനിപ്പിക്കുകയാണ്. ഇങ്ങനെ DBT വഴി ആണല്ലോ നമ്മുടെ ഗ്യാസിന്റെ സബ്സിഡി കൊടുക്കാൻ തീരുമാനിച്ചു. ഇപ്പൊ എവിടെ എത്തി? ആർക്കെങ്കിലും സബ്സിഡി കിട്ടുന്നുണ്ട്? അങ്ങ് നിർത്തി. ഒറ്റപ്പെട്ട വ്യക്തികളുടെ അക്കൗണ്ടിലേക്കല്ലേ വരുന്നത്. ഒറ്റപ്പെട്ട വ്യക്തികളുടെ അക്കൗണ്ടിലേക്ക് വരുമ്പോ വന്നില്ലെങ്കിൽ അവർ കാത്തിരിക്കും. കാത്തിരിച്ച് കിട്ടിയില്ലെങ്കിൽ അങ്ങനെ പോവും. ഇത് കൃത്യമല്ലേ? അപ്പൊ അതുകൊണ്ട് ഇത് ജനദ്രോഹ നടപടിയാണ്. വ്യവസ്ഥാപിതമായി നടന്നുകൊണ്ടിരുന്ന ഒരു സമ്പ്രദായം. അത് ഈ 23 ലക്ഷം പേരും ഞങ്ങൾക്ക് നേരിട്ട് വീട്ടിൽ ഞങ്ങളുടെ പെൻഷൻ തരണമെന്ന് ആവശ്യപ്പെട്ടതിന്റെ പ്രകാരത്തിൽ നടപ്പിലിരുന്ന ഒരു സംവിധാനത്തെ എന്തിന് ഈ രീതിയിൽ തകർക്കണം? പെൻഷൻ തന്നെ തകർക്കാനുള്ള ഏർപ്പാടാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കും. ഇപ്പൊ ഒന്ന് അവസാനിപ്പിച്ചു, സ്ത്രീ സുരക്ഷാ സഹായം അടുത്ത കൈവെക്കാൻ പോകുന്നതിലേക്കാണോ? അപ്പൊ അതുകൊണ്ട് ഈ ജനദ്രോഹ നടപടിയിൽ നിന്ന് UDF പിൻവാങ്ങണം. ഒരു സംശയം വേണ്ട, ഇക്കാര്യത്തിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം കേരളത്തിലുണ്ടാവും. ചോദ്യങ്ങളാവും. ഇതെങ്ങനെയാണ് UDFല് തീരുമാനങ്ങൾ ഓരോന്നും എടുക്കുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഇത് വകുപ്പ് മന്ത്രി കാണാതെ ഇതുപോലെ ഉത്തരവ് ഇറക്കാൻ പറ്റില്ല. ഇപ്പൊ VD സതീശൻ കണ്ടിട്ടുണ്ട്, ഒപ്പുവെച്ചിട്ടുണ്ട്, അത് ഉറപ്പ്. പക്ഷെ വേണ്ടത്ര മൈൻഡ് അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കാരണം ഒരു ഉപരിപ്ലവരമായിട്ടുള്ള മോഡേണിറ്റിയുടെ വക്താവാണ്. എല്ലാ കാര്യങ്ങളും ആധുനികമായി തീരുക. അപ്പോ DBT അത് നേരിട്ട് പണം അക്കൗണ്ടിലേക്ക് കൊടുക്കുന്ന ഇടനിലക്കാരില്ല, ചോർച്ച ഒഴിവാക്കാം. ഈ നെറേറ്റീവാണല്ലോ കേന്ദ്ര സർക്കാർ ഉണ്ടാക്കുന്നത്. ഗ്യാസിന്റെ കാര്യത്തിൽ എന്താ കണ്ടെന്ന് അറിഞ്ഞു. ഏതെങ്കിലും തൊഴിലുറപ്പ് തൊഴിലാളിയോട് ചോദിക്കുക, അവര് പറഞ്ഞു തരും ഇപ്പോൾ ഉള്ള ദുരിതം എന്താന്നുള്ള, പൈസ കിട്ടാനുള്ളത്. CAG പറഞ്ഞിട്ടുണ്ടെന്ന്. കാരണം ബാങ്ക് അക്കൗണ്ട്, ആധാർ, പിന്നെ അവരുടെ ഏതിന്നാണോ സ്കീം വരുന്ന സ്കീമിന്റെ രേഖ, ഇതെല്ലാം ഒരുമിച്ചാക്കണം. അത് ജൻധൻ അക്കൗണ്ട് അല്ലെങ്കിൽ മിനിമം ബാലൻസും വെക്കണം. ഈ പാവപ്പെട്ടവർക്ക് ജൻധൻ അക്കൗണ്ട് ആണോ നോർമൽ അക്കൗണ്ട് ആണോ എന്നൊന്ന് തിരിച്ചറിഞ്ഞുകൂടാ. എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇത്. ഇതിന്റെ ഗുണഭോക്താക്കളോടൊന്ന് ചർച്ച ചെയ്യാനുള്ള ഒരു പ്രാഥമിക മര്യാദ ഈ സർക്കാരിന് വേണ്ടേ? എന്നിട്ട് ഇങ്ങനെ അങ്ങൊരു ഉത്തരവിറക്കുകയും അതിന്റെ താഴത്ത് ഇതിനെ പ്രതിഷേധിക്കുന്നവരുടെയൊക്കെ പോസ്റ്റിന് കീഴിൽ സംഘടിതമായിട്ട് UDFന്റെ സർക്കാരിന് കുറച്ചും കൂടി മാന്യൂവറബിലിറ്റി കിട്ടും. പെൻഷൻ കൊടുക്കാനും കൊടുക്കാതിരിക്കാനും വൈകാനും ഒക്കെ ആയിട്ട്. ഞാൻ 2016 മുമ്പ് പോസ്റ്റ് ഓഫീസ് വഴി കൊടുത്തുകൊണ്ടിരുന്നപ്പോ പോസ്റ്റ് ഓഫീസിൽ നിന്നും മണി ഓർഡറാണ് കൊണ്ടുപോയത്. ഈ ഒറ്റക്കൊറ്റക്ക് ഓരോരുത്തർക്കല്ലേ കിട്ടുന്നത്. കുറച്ചു കഴിഞ്ഞപ്പോ ഇതിന് എന്തായാലും ഒരു ആർക്ക് കിട്ടിയില്ല എന്നൊന്നൊരു വ്യവസ്ഥ ഇല്ലാതായിപ്പോയി. പക്ഷെ പ്രതിഷേധം ഉണ്ടായോ? സംഘടിതമായിട്ട് മുദ്രാവാക്യം വിളിച്ച് ആരെങ്കിലും പ്രതിഷേധിച്ചു? കാരണം ഒറ്റപ്പെട്ട വ്യക്തികളല്ലേ ഇതിന്റെ ഗുണഭോക്താക്കള്. അതിലേക്ക് മാറ്റാനുള്ളൊരു ശ്രമമാണോ? അങ്ങനെ കൊണ്ടാണ് പെൻഷൻ തന്നെ അതിന് നിയന്ത്രണവും കുടിശ്ശികയും വരുത്താനുള്ള പഴയ ഉമ്മൻചാണ്ടിയുടെ കാലത്തേക്ക് തിരിച്ചു പോകാനുള്ള ഒരു ഏർപ്പാട്ടിന്റെ തുടക്കമാണോ എന്ന് സംശയിക്കേണ്ടതുണ്ട്. അല്ല, തുക നൽകുന്നത് കൊണ്ടുപോകുന്ന അവിടുത്തെ ഉദ്യോഗസ്ഥരല്ലേ. അങ്ങനെ ഉദ്യോഗസ്ഥർ പോകുമ്പോ പല സ്ഥലത്തും ജനപ്രതിനിധിയും എല്ലാം പോകും. ഇന്നിപ്പോ ജനപ്രതി പോകുന്ന ആരാ? കൂടുതൽ ജനപ്രതികൾ കോൺഗ്രസിന്റേതല്ലേ. ഇന്നത്തെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളില് അതിലെന്താ തെറ്റെന്ന് ഞാൻ പറയുന്ന. അപ്പോഴാ കൂടുതൽ സുതാര്യത വരെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താൻ പറ്റുക. അതൊന്നും ജനവിരുദ്ധമൊന്നുമല്ല, എന്റെ പ്രൈവസിലുള്ള കയ്യേറ്റമൊന്നുമല്ല. സമയബന്ധമായിട്ട് ഇത് വിതരണം ചെയ്യപ്പെടുന്നുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ജനപ്രതികൾ ഇടപെടുന്നു. അവിടെ കിടന്നിട്ടില്ല, ഇത്ര ദിവസമായി, എന്താ നിങ്ങൾ കൊണ്ടു കൊടുക്കാത്തതെന്ന് ചോദിക്കുന്നു. അതൊക്കെ ന്യായമായിട്ടുള്ള പെരുമാറ്റ രീതി. ഒരു ഇന്നത്തെ ഫെഡറൽ സിസ്റ്റത്തിനുള്ളിൽ കേന്ദ്ര സർക്കാർ ഉത്തരവ് വന്നു കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാർ ചിലപ്പോൾ അതിനെ ചെയ്യേണ്ടി വരും. പക്ഷെ പ്രതിഷേധം എന്ന് പറഞ്ഞ ഒന്നില്ല. ഈ ഫെഡറൽ സംവിധാനത്തിനുള്ളിൽ BJP ആണ് കേന്ദ്രം ഭരിക്കുന്നത്. BJP അല്ലല്ലോ കോൺഗ്രസ്. അല്ലെന്നല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ നിലപാടുകൾക്ക് വിരുദ്ധമായ ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടി വന്നാൽ പ്രതിഷേധത്തോടെ ചെയ്യുക. ഒരു പ്രതിഷേധവും പോലും ഇല്ലാതെ ആലപിച്ചോണമെന്നും പറഞ്ഞ് ഉത്തരവിറക്കണം ആരെങ്കിലും പറഞ്ഞു. അതെ, ഞാൻ ആലപിക്കുന്നില്ല,
ഞങ്ങളുടെ ചടങ്ങിൽ. കേന്ദ്രം ചോദിക്കട്ടെ എന്ന് ഞങ്ങളോട് ചോദിക്കട്ടെ. ഇത് അഡ്വാൻസ് ആയിട്ട് ഏത് കാര്യത്തിലും ഒരു മൃദുഹിന്ദുത്വ സമീപനത്തിലേക്ക് മാറുകയാണ്. വി ഡി സതീശന്റെ ചിന്ത ഇങ്ങനെ കേന്ദ്രത്തെ മണിയടിച്ച് കാര്യങ്ങൾ ചെയ്യാവുന്നു. അത് സത്യമായിട്ടും അങ്ങനത്തെ ഒരു ചിന്തയിലാണ്. അതിലേറ്റവും പരിഹാസ്യം, കേരളം ഭയങ്കര കടക്കിണിയിലാണ് എന്നൊക്കെ പറഞ്ഞ് വോട്ട് പിടിച്ച് മനുഷ്യന്മാരെ പേടിപ്പിച്ച് വോട്ട് മേടിച്ചവര് സാധാരണ കിട്ടാവുന്ന കടം മാത്രം പോരാ, ഒരു 30% കൂടി കടമെടുക്കാനുള്ള അവകാശം ഈ വർഷം വേണമെന്ന് രഹസ്യമായിട്ട് കത്തയച്ചവര് നിവേദനം കൊടുത്ത കത്തല്ല നിവേദനം. കേരള സർക്കാർ 30% കൂടി വായ്പ എടുക്കാനുള്ള അനുവാദത്തിന് പ്രത്യേക അനുവാദത്തിന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ആരോടെങ്കിലും പറഞ്ഞോ? കേരളത്തിലെ ധനപ്രതിസന്ധി പരിഹരിക്കുന്നതിന് ഇപ്പൊ കണ്ടെത്തിയിരിക്കുന്ന മാർഗം കേന്ദ്ര സർക്കാരെ ഇത്തരത്തിൽ മണിയടിക്കുക, അഡ്വാൻസ് ആയിട്ട് അവരുടെ ഹിന്ദുത്വ നിലപാടുകൾക്ക് പിന്തുണ നൽകുക എന്നായിട്ട് മാറിയിരിക്കുകയാണ്. ഉദ്ദേശം ഇതാണ്. പക്ഷെ കേന്ദ്രം കഴിഞ്ഞില്ല കേട്ടോ. അഡീഷണൽ വായ്പ എടുക്കാനുള്ള അനുവാദമൊന്നും കൊടുത്തിട്ടില്ല. അങ്ങനെ നിഷേധിച്ചുകൊണ്ട് കത്ത് വന്നപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയത്, അയ്യോ ഈ കടപ്പേടിക്കാരൻ 30% കൂടി വായ്പ എടുക്കാൻ വേണ്ടി ചെന്നിരിക്കുന്നു എന്നുള്ളത്. അപ്പോ ഇത് ലേറ്റസ്റ്റ് ഉദാഹരണമാണ്. ഇവിടെ വന്ദേ മാതരം 6 ചരണങ്ങൾ പൂർണ്ണമായിട്ട് പാടണം എന്ന് കേന്ദ്രം പറഞ്ഞു. അത് ശരിയല്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ AICC ഇങ്ങനെയാണ് തീരുമാനിച്ചിരുന്നത്. വേറെ ആരുമല്ല, കോൺഗ്രസിന്റെ നേതൃത്വം തീരുമാനിച്ചിരുന്നത് ഇങ്ങനെയാണ്. അതാണ് ഭരണഘടനാ സഭയിലുണ്ടായ ചർച്ചയുടെ സത്ത. നിങ്ങൾ ഇന്ന് പറയുന്നത് വർഗീയ ലക്ഷ്യം വെച്ചാണ് എന്ന് പറഞ്ഞിട്ട് നിർത്തിയൊന്നുമില്ല. കേന്ദ്രത്തിന് ഉത്തരവാണ്, പറയാൻ വാതുറക്കുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യങ്ങളിലും കേന്ദ്ര സർക്കാരിന്റെ ഹിന്ദുത്വ നയ സമീപനങ്ങൾക്ക് കീഴ്വഴങ്ങി കൊടുക്കുന്ന ഒരു നിലപാടാണ് ഇന്ന് UDF സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ പറഞ്ഞ സോറി, കിടപ്പ് രോഗികൾ അവിടെ ഒന്നുമില്ല. ഞാൻ പറയുന്നു, ഈ പ്രായത്തിൽ എനിക്ക് ബാങ്കിൽ പോയി നിൽക്കാൻ പറ്റില്ല. ഞാൻ സർക്കാരിനോട് പറയണേ, എനിക്ക് എന്റെ വീട്ടിൽ കൊണ്ടുപോയി തരണം. ഇനി ഞാൻ കിടപ്പായിട്ടില്ല, പക്ഷെ ഞാൻ വീടിന് വിട്ട് ദൂരെ പോകാറില്ല. ഇനി ഈ പണം എന്റെ കയ്യിൽ തന്നെ കിട്ടണം. എനിക്ക് വേറെ ആരെങ്കിലും ബാങ്കിൽ വിട്ടെടുപ്പിക്കാൻ പറ്റും. അപ്പൊ വാട്ട് എവർ റീസൺ 23 ലക്ഷം പേര് ആവശ്യപ്പെട്ടിട്ടാണ് അവർക്ക് വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കണേ. അല്ല സർക്കാർ ഒരു ദിവസം തീരുമാനിച്ചതല്ല ഞങ്ങൾ ഇത്രയും പേർക്ക് വീട്ടിൽ സപ്ലൈ ചെയ്യുന്നു. അവരാവശ്യപ്പെട്ടതാണ്. കേരള സർക്കാർ അവരോട് പോയി ചോദിച്ചു, നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോയി തരണോ അതോ ബാങ്കിലിട്ടാ മതിയോ? അവരുത്തരം പറഞ്ഞു, എനിക്ക് ബാങ്കിലിട്ടല്ല വേണ്ടത്, വീട്ടിൽ കൊണ്ടുപോയി തരണം. ഇത് റദ്ദാക്കാനായിട്ട് അവരോടൊരു വാക്ക് പറയണ്ടേ? അവരുടെ ഒരു അഭിപ്രായം തേടണ്ടേ? ഇതൊന്നും ഇല്ലാതെ ഒരു ദിവസം ഒരു രാഷ്ട്രീയ നേതൃത്വം ഒന്നും പറയുന്നില്ല, ഒരു ഉത്തരവിറങ്ങുന്നു. ഇത് ശരിയാണോ? അതെ, മനോരമ വിഷനിൽ വന്ന വാർത്ത ഞാൻ പറഞ്ഞ് 272 ക്രമക്കേടുകൾ കണ്ടുപിടിച്ചു. 202 UDF ഭരിക്കുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ നിന്നാണ്. നല്ല തക്കതായ ശിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അവസാനിക്കും. അപ്പൊ നിയമം ലംഘിക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് നിയമേ മാറ്റാൻ പോയാ അങ്ങനെയാണെങ്കിൽ എന്തെല്ലാം മാറ്റേണ്ടി വരും. ആ ഒരു എലിയെ കൊല്ലാൻ ഇല്ലം ചുടുന്നൊരു ഏർപ്പാടുണ്ടാക്കും. എലിയത്തോവും, പക്ഷെ നമ്മുടെ ഇല്ലവും പോവും. അതാണ് പ്രശ്നം. ഇവിടെ വയോജനങ്ങളാണ്, അവർക്ക് നമ്മൾ ധനസഹായം നൽകുമ്പോഴേ അവരുടെ അഭിലാഷം എന്ത് എന്നുള്ളത് കൂടി നമ്മൾ കണക്കിലെടുക്കണം. അതിൽ ഒരു 20 ലക്ഷം പറഞ്ഞു ഞങ്ങൾക്ക് ബാങ്ക് വഴി മതി, ബാങ്ക് വഴി. 23 ലക്ഷം പറഞ്ഞു ഇല്ല ഞങ്ങൾക്ക് വീട്ടിൽ കൊണ്ട് തരണം. ഇനി നിങ്ങളത് അതിന്റെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ സിസ്റ്റം നിൽക്കല്ലേ, അത് മാറ്റുമ്പോ അവരോടൊന്ന് വർത്താനം പറയേണ്ടത്. പറയണം. അതാണ് ജനാധിപത്യം. ആ ജനാധിപത്യം മര്യാദകളൊന്നും ഇല്ലാത്ത ഒരു കൂട്ടമായിട്ട് UDF സർക്കാർ മാറിക്കൊണ്ടിരിക്കും. അതെ, കുടിശ്ശികയില വരുത്തിയത് ബാങ്കിന് കൊടുക്കാനുള്ള, അതെങ്ങനെ കൊടുത്തിട്ടുണ്ട്, കുടിശ്ശിക വന്നിട്ടുണ്ട്, കൊടുക്കും. ഇനി 30 രൂപ എന്ന് പറയുന്ന ഒരു സർവീസ് ചാർജ് തതിയോ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുന്നതിന്. ആ പാവപ്പെട്ട ജീവനക്കാരൻ പോകുമ്പോ അയാൾക്ക് ഒരു സഹായം കൊടുക്കണ്ടേ? ഇനി ഇതുകൊണ്ടും തീർന്നില്ല കേട്ടോ. സർക്കാരിന്റെ ആ മാസം പണമില്ല, പെൻഷൻ മുടങ്ങരുത്. എവിടെന്നാ പണം? ഈ സഹകരണ ബാങ്കിൽ നിന്നാണ്. ആ ബാങ്കിൽ നിന്ന് വായ്പ എടുത്ത് അവർക്ക് തന്നെ കൊടുക്കാൻ വേണ്ടി ഒരു പെൻഷൻ കമ്പനി ഉണ്ടാക്കി. ഇനി ആ പെൻഷൻ കമ്പനി വേണ്ടെന്ന് പറഞ്ഞു. ഇനി കാത്തിരുന്ന് കണ്ടോ, ഉമ്മൻചാണ്ടിയുടെ കാലത്തേക്ക് തിരിച്ചു പോയാണ് സാമൂഹ്യക്ഷേമ പെൻഷൻ. ശരി, there's a pattern to it. ഭരിക്കുന്ന സർക്കാരിന് തീരുമാനങ്ങൾ എടുക്കാം, പക്ഷെ ആ തീരുമാനം എടുക്കുമ്പോ ഇവിടെ ഞാൻ പറയുന്നത് വേറൊരു സർക്കാർ തീരുമാനിച്ചെന്നല്ല,
ഇതിന്റെ 23 ലക്ഷം ഗുണഭോക്താക്കൾ ഞങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോയി തരണം, അതാണ് അഭികാമ്യം എന്ന് പറഞ്ഞൊരു കാര്യമാണ് റദ്ദാക്കണത്. അതെങ്ങനെ ന്യായീകരിക്കും? ഓക്കെ, താങ്ക് യു വെരി മച്ച്.